വിശദമായ വാർത്തകളിലേക്ക് എത്തുകയാണ്. ലബനാനിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാത്രി പ്രാദേശിക സമയം 10 മുതൽ 10 ദിവസത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. ഇതോടെ ഇറാനും അമേരിക്കയും തമ്മിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള വഴിയൊരുങ്ങുകയാണ്. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇസ്രായേലിന് എതിർപ്പുള്ളതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സമഗ്ര വെടിനിർത്തൽ വേണമെന്നും ഇസ്രായേലുമായി നേരിട്ടുള്ള ചർച്ച ഉപേക്ഷിക്കണം എന്നുമാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. അതിനിടെ കരാറിൽ എത്തിയില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയി മരിച്ചിട്ടില്ലെന്നും അമേരിക്ക സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റെങ്കിലും ജീവനോടെയുണ്ട് എന്നാണ് പ്രതിരോധ സെക്രട്ടറി പറയുന്നത്. മുജ്തബ ഖാംനെയി മരിച്ചെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രതികരണം. ഇറാൻ ആയുധങ്ങൾ കൈമാറില്ല എന്ന് ചൈന ഉറപ്പു നൽകിയെന്നും ഇറാനെതിരായ നാവിക ഉപരോധം തുടരുമെന്നും ഇപ്പോൾ US അറിയിക്കുകയാണ്. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശുഭകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലബനാനെതിരെയുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം തന്നെയാണ്. അപ്പോഴും ആ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഇസ്രായേലിനോട് ട്രംപ് അങ്ങനെ പറഞ്ഞു, ഇനി വേണ്ട എന്ന് ട്രംപ് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ അപ്പോഴും ഇസ്രായേലിന് ആ കാര്യത്തിൽ എതിർപ്പുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ ആകെ നടക്കുന്ന സംഘർഷങ്ങൾ അത് കുറഞ്ഞു വരാൻ ആഗ്രഹം ഒട്ടും പ്രകടിപ്പിക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാം. എന്താണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്? അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള സാധ്യതകൾ അത് എത്രത്തോളം നമ്മൾ പ്രതീക്ഷയോടെ കാണണം? MCA മഹേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ നേരത്തെ മുതൽ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാകണമെങ്കിൽ അത് ലബനാനിലേക്ക് കൂടി വ്യാപിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലാത്ത ഒരു വെടിനിർത്തൽ ഒരു നിലയ്ക്കും സുസ്ഥിരമായ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയില്ല എന്നൊരു നിലപാടായിരുന്നു ഇറാൻ നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത്. ഇന്നലെ രാത്രി പാക് സൈനിക മേധാവി ആസിം മുനീർ തെഹ്റാനിലെത്തി ചർച്ച നടത്തുന്ന ഘട്ടത്തിലും ഇറാൻ തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചു. അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ തുടർ ചർച്ചകൾ സംബന്ധിച്ച് പ്രസക്തിയുള്ളൂ എന്നൊരു നിലപാടും ഇറാൻ, ആ കടുത്ത നിലപാട് അതേ സ്വഭാവത്തിൽ തന്നെ പാകിസ്ഥാൻ അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പം ലബനാൻ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചു. സാധാരണഗതിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്നിട്ടാണ് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. പക്ഷേ ആ യോഗത്തിന് പോലും കാത്തു നിൽക്കാതെ ഏകപക്ഷീയമായിട്ടാണ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം വെടിനിർത്തൽ 10 ദിവസത്തേക്കാണെങ്കിൽ പോലും നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ വലിയ തോതിൽ ഞെട്ടിച്ചു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കുകയല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗമില്ല. അതേപോലെ തന്നെയാണ് ഇതിൽ കക്ഷി നേരിട്ടുള്ള ഈ വെടിനിർത്തലിന്റെ ഭാഗമല്ല എങ്കിൽ പോലും ലബനാൻ അധികൃതരാണ് ഈ വെടിനിർത്തലിന്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ പോലും ഹിസ്ബുള്ളയാണ് ഈ ഏറ്റുമുട്ടലിന്റെ പ്രധാന കക്ഷി. പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഈ ഒരു വെടിനിർത്തലിനെ നിരാകരിക്കാൻ ഹിസ്ബുള്ള തയ്യാറല്ല. അതേസമയം ഒരു സമഗ്ര വെടിനിർത്തലായിരുന്നു വേണ്ടത്. അതിനുവേണ്ടിയാണ് ലബനാൻ അധികൃതർ ശബ്ദമുയർത്തേണ്ടത് എന്നൊരു പ്രതികരണമാണ് ഹിസ്ബുള്ളയുടെ ചില MPമാർ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ ഇന്ന് ഇന്ത്യൻ സമയം വെളുപ്പിന് 2:30-3 മണിയോടുകൂടി പ്രാബല്യത്തിൽ വരും. അതോടുകൂടി 10 ദിവസത്തേക്ക് മാത്രമായിരിക്കും ഈ വെടിനിർത്തൽ. ഈ വെടിനിർത്തൽ ഇസ്രായേൽ പൂർണ്ണമായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളും അത് അംഗീകരിക്കും. അതല്ല അതിനെ ലംഘിക്കാനാണ് നീക്കമെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഹിസ്ബുള്ള നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈന്യം ദക്ഷിണ ലബനാനിൽ നിന്ന് പിന്മാറണമെന്ന ഒരാവശ്യം കൂടി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഹിസ്ബുള്ള മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ലഭിക്കാൻ പോകുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തലിന്റെ തുടർ ചർച്ചകൾക്കാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ തിരക്കിട്ട നീക്കങ്ങൾ പുരോഗമിക്കുന്നത്. തെഹ്റാനിൽ നിന്നും മടങ്ങിയ സംഘം, ആസിം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാക് സംഘം നാളെ അമേരിക്കയിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് ലബനാനിനെയും ഇസ്രായേലിനെയും രണ്ട് രാജ്യങ്ങളുടെയും നേതൃത്വത്തെ വൈറ്റ് ഹൌസിലേക്ക് ചർച്ചയ്ക്ക് ട്രംപ് ക്ഷണിക്കുക ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇറാനെതിരെ ഒരു കരാറിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കുകയില്ല എന്നുകൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സത്ത് നിന്ന് നൽകിയിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള സൈനിക സംവിധാനങ്ങളും തങ്ങൾ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. 10,000-കണക്കിന് സൈനികരും കവചിത വാഹനങ്ങളും അതേ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളും എല്ലാം സജ്ജമാണ് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അമേരിക്ക നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനും
വലിയ തോതിലുള്ള സൈനിക മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെയും തങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, തങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നൊരു പ്രതികരണം കൂടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കുക? അത് ഇസ്ലാമാബാദിൽ തന്നെ നടക്കുമെന്ന് വൈറ്റ് ഹൗസ് ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നായിരിക്കും ഈ ചർച്ച നടക്കുക എന്നത് ഒരുപക്ഷെ പാക് സംഘത്തിന്റെ അമേരിക്കൻ സന്ദർശനത്തോടു കൂടി മാത്രമായി. എന്തായാലും ഈ മാസം 22-നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ചർച്ച നടത്തുകയും ഒരു സമഗ്ര വെടിനിർത്തലിലേക്ക് പോവുക എന്നതാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. അത് ഇരുകൂട്ടരും അംഗീകരിക്കുകയാണെങ്കിൽ രണ്ടാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ നടക്കും. അതെല്ലാം നിലവിലുള്ള സാഹചര്യത്തിൽ കരാറിലെത്താൻ പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളിൽ ഇനിയും തീർപ്പുണ്ടാകേണ്ടതുണ്ട്. അത് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആക്രമണം പുനരാരംഭിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത്. ഇറാനും തങ്ങളുടെ സേന പൂർണ്ണമായിട്ടും സജ്ജമാണ്, ഏത് സാഹചര്യവും നേരിടാൻ അത് ഒരുങ്ങിയതായും എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ മാസം 21 മുതൽ ഓൺലൈനിലേക്ക് അതിന്റെ പഠനം മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം കൂടി ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആക്രമണത്തിലേക്ക് പോകാതെ ഒരു നയതന്ത്ര പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. മഹേഷ്. ഓക്കെ, ഒപ്പം തന്നെ MCA ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖാംനെയി, അദ്ദേഹത്തിന്റെ ജീവനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരക്കെ ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അമേരിക്ക തന്നെ അത് സ്ഥിരീകരിച്ചു പറയുന്നു, അദ്ദേഹത്തിന്റെ ജീവനൊന്നും പറ്റിയിട്ടില്ല, അദ്ദേഹം മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടെന്ന്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് പരിക്കേറ്റു എന്നുള്ള സൂചനകളുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. എന്താണ് അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇതിനോടകം തന്നെ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? മഹേഷ്, ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത്. കാരണം നേരത്തെയൊക്കെ പറയുന്നത് അദ്ദേഹം വലിയ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരുപക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാമെന്ന ഒരു പ്രതികരണമായിരുന്നു പെന്റഗണും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈനിക നേതൃത്വവും നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇതാദ്യമായിട്ടാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്ത് തന്നെ ഇത് സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിന് പരിക്ക് പറ്റി എന്നത് വസ്തുതയാണ്, പക്ഷേ അദ്ദേഹം ജീവനോടെ തന്നെ ഉണ്ട് എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, ഫെബ്രുവരി 28-ന് നടന്ന ആദ്യ ദിവസത്തെ ആക്രമണത്തിലാണ് ഈ മുസ്തഫ ഖാംനെയുടെ പിതാവ് കൂടിയായിട്ടുള്ള ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവായിരുന്ന ആയത്തുല്ല അലി ഖാംനെയെ ഇസ്രായേലിലും അത് അമേരിക്കയും ചേർന്ന് വധിക്കുന്നത്. തുടർന്നാണ് മുസ്തഫ ഖാംനെയെ പുതിയ പരമോന്നത നേതാവായിട്ട് ഇറാൻ നേതൃത്വം തെരഞ്ഞെടുക്കുന്നത്. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആക്രമണം നടന്നതായിട്ടോ അദ്ദേഹത്തിന് പരിക്കേറ്റതായിട്ടോ ഇതുവരെയും ഇറാൻ നേതൃത്വം സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹം വളരെ സുഖമായിരിക്കുന്നു. അദ്ദേഹം സ്ഥിതിഗതികളെല്ലാം ദൈനംദിന സ്വഭാവത്തിൽ തന്നെ യുദ്ധകാര്യങ്ങളും മറ്റും വിലയിരുത്തുന്നു എന്ന പ്രതികരണങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും അമേരിക്ക ഇന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടേ ഉള്ളൂ, അദ്ദേഹം ജീവനോടെ തന്നെ ഉണ്ട് എന്ന് ഇതാദ്യമായിട്ട് അമേരിക്ക ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മഹേഷ്. ഓക്കെ, അതിനിടയിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം കൂടി വരുന്നുണ്ടല്ലോ. ഞാൻ ഇടപെട്ട് 10 യുദ്ധങ്ങളാണ് ഇല്ലാതാക്കിയത് എന്നുള്ള ഒരു പ്രസ്താവന കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ പശ്ചിമേഷ്യ ഉൾപ്പെടെ പല മേഖലകളിലും യുദ്ധത്തിന് തിരികൊളുത്തിയിട്ടുള്ളത് അമേരിക്ക തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അമേരിക്ക ട്രംപ് ഇടപെട്ട് നിർത്തിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് MC അദ്ദേഹം പറയുന്നത്. പല ഘട്ടങ്ങളിലും മഹേഷ്, ഇത് നേരത്തെ അദ്ദേഹം തന്റെ ഒരു അവകാശവാദമായിട്ട് 8 മാസത്തിനുള്ളിൽ 8 യുദ്ധങ്ങൾ നിർത്തി, അതോടൊപ്പം തന്നെ 10 മാസത്തിനുള്ളിൽ 10 യുദ്ധങ്ങൾ താൻ നിർത്തിയെന്ന് നിരന്തരമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ 2 ആണവ ശക്തികൾ തമ്മിലുള്ള ആ യുദ്ധം നിർത്തുന്നതിൽ താൻ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചു, അതല്ലായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുമായിരുന്നു എന്ന് പ്രതികരണവും അത്തരം അവകാശവാദങ്ങളും നിരന്തരമായിട്ട് ട്രംപ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും അത്തരം അവകാശവാദങ്ങൾ വസ്തുതാപരമല്ല എന്ന് ഇന്ത്യൻ നേതൃത്വമൊക്കെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ പാക് നേതൃത്വം തിരിച്ചായിരുന്നു. ഈ ട്രംപ് നടത്തിയ ഇടപെടലിലൂടെയാണ് ഇന്ത്യ പാക് പിന്നെ ആ ഒരു യുദ്ധം വളരെ പെടുന്നതിനെ അവസാനിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്ന അർത്ഥത്തിലുള്ള ഒരു വിശദീകരണം നൽകുകയും ട്രംപുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു പാക് നേതൃത്വം, രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ തന്നെ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പാക് സൈനിക മേധാവി അസീം മുനീറുമായിട്ട് വലിയ ഒരു ബന്ധമാണ് ഇപ്പോൾ ട്രംപ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചകൾക്ക് പോലും ആ സൈനിക യൂണിഫോമിലാണ് പാക് സൈനിക മേധാവി ഇപ്പോൾ ഇന്നലെ തെഹ്റാനിലെത്തുകയും മണിക്കൂറുകൾ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുന്നതൊക്കെയും ഇനി അദ്ദേഹം നേരെ പോകുന്നത് വാഷിംഗ്ടണിലേക്കാണ്. അപ്പോൾ യാസിം മുനീറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തന്റെ ചിലതായിട്ടുള്ള ഈ മേഖലയിലെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുമോ എന്നൊരു നീക്കം കൂടിയാണ് ട്രംപ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന വ്യാപകമായിട്ടുള്ള ഒരു വിലയിരുത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ പിന്നെ നീക്കങ്ങൾ അതൊരു ശുഭകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേരും. ഈ മാസം 22-നോടുകൂടി
ഒന്നുകിൽ 2 ആഴ്ച കാലത്തേക്ക് നിലവിലുള്ള ഇറാൻ അമേരിക്ക വെടിനിർത്തൽ നീട്ടും, അതല്ല എങ്കിൽ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച അതിന് മുമ്പ് തന്നെ പൂർത്തീകരിച്ച് പരമാവധി കാര്യങ്ങളിൽ യോജിപ്പെത്താൻ പറ്റുമോ എന്ന തിരക്കിട്ട നീക്കങ്ങളിലാണ്. ഇപ്പോൾ സൗദി അറേബ്യയും സജീവമായിട്ട് ഈ നീക്കങ്ങളിൽ രംഗത്ത് വരികയും ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിലും മറ്റുമാണ് ഇപ്പോൾ പോലും അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നത്. 20 വർഷത്തേക്കെങ്കിലും മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നാണ് അമേരിക്ക നിർദ്ദേശിച്ചത്. പക്ഷേ 5 മുതൽ 10 വർഷം വരെ തൽക്കാലം അത് മരവിപ്പിച്ച് നിർത്താൻ ഇറാൻ സന്നദ്ധത അറിയിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, പിന്നെ ഹോർമുസ് കടലിടുക്കിന് മേലുള്ള തങ്ങളുടെ സമ്പൂർണ്ണ അധികാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും വലിയ വിയോജിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ലബനാനിലെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നതോടുകൂടി ഇറാൻ മുന്നോട്ട് വെച്ച തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നിറവേറ്റിയ ഒരു സാഹചര്യത്തിൽ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച കുറെ കൂടി എളുപ്പത്തിൽ തന്നെ അതിന്റെ തീയതിയും സമയവും നിശ്ചയിക്കപ്പെടും. ഇപ്പോൾ ട്രംപ് ആണല്ലോ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലബനാനിൽ അവിടെ വെടിനിർത്തൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് ആണല്ലോ പ്രഖ്യാപിക്കുന്നത്. ഇസ്രായേലിന്റെ എതിർപ്പ് എത്രത്തോളം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട. കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അത് സംബന്ധിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടോ MCA? മഹേഷ്, ഔദ്യോഗികമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അല്ലെങ്കിൽ സൈനിക മേധാവി ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം ഇന്ന് 2 തവണ ട്രംപ് നെതന്യാഹുവിനെ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഏകപക്ഷീയമായി തന്നെ ഈ പ്രഖ്യാപനം നടത്തിയത്. അത് സാധാരണഗതിയിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നത് അതിന്റെ സുരക്ഷാ സമിതി യോഗം ചേരാനുള്ള ഒരു സാവകാശം കൊടുക്കുകയും അങ്ങനെ സുരക്ഷാ സമിതി ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്ന ഒരു സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ഒരു പ്രഖ്യാപനം വരേണ്ടത് എന്നൊരു തോന്നൽ ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിനുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ട്രംപ് അതിനൊക്കെ മറികടന്നുകൊണ്ട് സ്വന്തം നിലക്ക് തന്നെ ഈ പ്രഖ്യാപനം നടത്തി. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും അതോടൊപ്പം തന്നെ ലബനാൻ പ്രധാനമന്ത്രിയെയും നേരിട്ട് വൈറ്റ് ഹൌസിലേക്ക് ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തത്. ഇതൊന്നും ഒരു കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലല്ല എന്ന ഒരു വ്യാപകമായിട്ടുള്ള വിമർശനം ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് ഒരുപോലെ ഉള്ളതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. മഹേഷ്, MCA നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ പറഞ്ഞു നിർത്തട്ടെ, ഹോർമുസ് കടലിടുക്ക് വഴി 27 കപ്പലുകൾ കൂടി കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയുടെ നാവിക ഉപരോധം നിലനിൽക്കുന്ന സമയത്ത് തന്നെ 27 ഇറാനിൽ വന്നു പോകുന്ന 27 കപ്പലുകൾ ഹോർമുസിൽ അമേരിക്കയുടെ ഉപരോധം വകവയ്ക്കാതെ കടന്നുപോയിട്ടുണ്ട്. അതിൽ 14 കപ്പലുകൾ അമേരിക്ക നേരത്തെ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കപ്പലുകളാണ് എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ നാവിക ഉപരോധം അമ്പയെ പാളിപ്പോയി എന്നുകൂടി നമുക്കതിനെ കാണേണ്ടി വരും. എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലബനാനിൽ വെടിനിർത്താനുള്ള തീരുമാനമാണ്. ഒരു പക്ഷേ നെതന്യാഹുവിന് മുകളിൽ ചെന്ന് ഡൊണാൾഡ് ട്രംപ് ആ പ്രഖ്യാപനം നടത്തുകയാണ്. എന്തായാലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്, അത് പശ്ചിമേഷ്യയിൽ ആകെ പടർന്നു പിടിച്ച ആ സംഘർഷം അത് കുറയ്ക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇറാൻ അമേരിക്ക 2ാം ഘട്ട ചർച്ചയ്ക്കുള്ള വാതിലുകൾ തുറക്കുന്നതാണ്. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങൾ വളരെ ശ്രമകരമായി തന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. 1-2 ദിവസത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഖത്തർ അമീർ അതിന് മുന്നിട്ടിറങ്ങുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഒമാൻ സുൽത്താൻ ഖൈതം ബിൻ താരിഖ് എന്നിവരുമായി അദ്ദേഹം നേരിട്ട് ചർച്ച നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോൺ വഴിയും അമീർ സംസാരിച്ചിരിക്കുന്നു. മേഖലയിലെ സമാധാനവും ഊർജ്ജ മേഖലയിലെ സുരക്ഷയും രാഷ്ട്ര നേതാക്കൾ ചർച്ച ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. അബ്ബാസ്, മേഖലയിലെ സംഘർഷങ്ങൾക്കാകെ അറുതി വരുത്തുക എന്നുള്ള ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ, അതിന് വീണ്ടും ഖത്തർ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാനുമായും ഒമാനുമായും ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റുമായും വരെ നേരിട്ട് ഖത്തർ അമീർ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പായി നമുക്കതിനെ കാണാം. ഏത് തരത്തിലുള്ളൊരു സമാധാനം കാക്ഷിക്കാൻ നമുക്ക് സാധിക്കും ഈ ശ്രമങ്ങൾക്കൊടുവിൽ? അബ്ബാസ്,
മഹേഷ്, പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കാൻ ഇല്ല എന്ന് നേരത്തെ തന്നെ ഖത്തർ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. എന്നിരുന്നാൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര കൂടിയാലോചനകളിൽ ഖത്തർ അമീർ വളരെ സജീവമായി തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഗൾഫ് മേഖലയെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്നതാണ്. കാരണം ലോകത്തുടനീളമുള്ള സംഘർഷ സ്ഥലങ്ങളിൽ ഖത്തർ അതിൻ്റെ നയതന്ത്ര മികവ് പുറത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് നിലവിൽ ലോകത്തുടനീളമുള്ള രാഷ്ട്ര നേതാക്കളുമായി ഖത്തർ അമീർ തൻ്റെ കൂടിക്കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും അതുപോലെ തന്നെ ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായിട്ടാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. രണ്ടുപേരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇതോടൊപ്പം തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം ഫോൺ വഴി സംസാരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ജിദ്ദയിലുണ്ടായിരുന്നു. ജിദ്ദ സൗദിയുടെ സന്ദർശനത്തിന് ശേഷം അവിടെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഖത്തറിലെത്തി ദോഹയിൽ വെച്ച് ഖത്തർ അമീറുമായി സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും എസ്കലേഷനുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിയാണ് ഇരുവരും സംസാരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മേഖലയിൽ നിലവിലൊരു വെടിനിർത്തലുണ്ട്. എങ്കിലും ആ വെടിനിർത്തൽ ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്ക് അത് മുമ്പോട്ട് പോകണം എന്നുള്ള അർത്ഥത്തിലുള്ള സംഭാഷണങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്തത്. ഇതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാൻ വളരെ വളരെ വലിയ രീതിയിൽ ഖത്തറിനെ അതിൻ്റെ ഊർജാവശ്യങ്ങൾക്ക് ഒരു ആശ്രയിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയെ പോലെ തന്നെ അവിടെ പാകിസ്ഥാന് വളരെ ഊർജ ലഭ്യത വളരെ കുറവുള്ള സാഹചര്യത്തിൽ കറാച്ചിയിലടക്കം വലിയ പ്രൊട്ടസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ എനർജിയുമായി ബന്ധപ്പെട്ട ഊർജ്ജ വിതരണവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ്റെ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇരുവരുടെയും ടേബിളിലുണ്ടായിരുന്നു. ഇതോടൊപ്പം വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ നിലവിൽ ഈ സംഘർഷങ്ങൾക്കിടയിൽ ഒരു മധ്യവർത്തി രാഷ്ട്രം ഒരു മീഡിയേറ്ററായി വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. ഗൾഫ് ഡിപ്ലോമസിയിൽ ഗൾഫിലെ നയതന്ത്രത്തിൽ പാകിസ്ഥാൻ അതിൻ്റെ ഒരു സ്ഥാനം കുറെ കൂടി പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഖത്തറുമായും UAEയുമായും അതുപോലെ സൗദിയുമായൊക്കെ വളരെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ്റെ നിലവിൽ ഇറാനിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ആസിം മുനീർ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിന് സമാന്തരമായാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ GCC രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം എന്നതുകൂടി നമ്മൾ ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. അഥവാ ഈ മധ്യേഷ്യയിലെ പ്രത്യേകിച്ചും GCC രാഷ്ട്രങ്ങളിലെ പൊളിറ്റിക്സിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥം കൂടി ഇതിനുണ്ട്. പ്രത്യേകിച്ചും ഒരു മുസ്ലിം രാഷ്ട്രമെന്ന ഇസ്ലാമിക രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാൻ സൈനികമായി മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാണ്. ഇതോടൊപ്പം തന്നെ യുഎസിനും ഇറാനും ഇടയിലുള്ള മധ്യവർത്തി എന്നുള്ളതിൽ മീഡിയേറ്റർ എന്നുള്ള നിലയിലുള്ള സംഭാഷണവും ആ രാജ്യത്താണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഒമാൻ ഭരണാധികാരി ഹൈത്തം ബിൻ താരിഖുമായും ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനും വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ മാസം അവസാനത്തിൽ GCCയിലെ രാഷ്ട്രങ്ങൾ അഥവാ UAEയിലും അതുപോലെ സൗദി അറേബ്യയിലും അവിടുത്തെ രാഷ്ട്ര നേതാക്കളുമായി ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി അതോടൊപ്പം തന്നെ UAE പ്രസിഡന്റുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിലും എസ്കലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ ആ സമയത്ത് ഒമാനിൽ പോയിരുന്നില്ല. ഒമാനിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഒമാനിൽ പോയിട്ട് ഒമാൻ സുൽത്താനുമായിട്ട് സംസാരിക്കുന്നത്. ഈ ഒമാനുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹോർമുസ് കടലിടുക്കിന്റെ ഒരു അതിർത്തി പങ്കിടുന്ന രാജ്യം ഒമാനാണ്. അതുകൊണ്ട് തന്നെ ഒമാൻ ഇതോടൊപ്പം തന്നെ ഒമാൻ നേരത്തെ ഇറാനും അതുപോലെ USനും ഇടയിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച രാഷ്ട്രം കൂടിയാണ്. ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ ഖത്തറും ഒരു മീഡിയേറ്ററാണ്, അതുപോലെ തന്നെ ഒമാനും ഒരു മീഡിയേറ്ററാണ്. ഈ രണ്ട് മീഡിയേറ്റർമാർ എന്നുള്ള നിലയ്ക്ക് ഗൾഫ് ഡിപ്ലോമസിയിൽ ഗൾഫിലെ നയതന്ത്രത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംസാരിക്കുന്നത് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മഹേഷ്, യെസ്, അതാണ് പശ്ചിമേഷ്യയിലാകെ സമാധാനത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഖത്തർ അമീർ. അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ചർച്ചകളാണ് അബ്ബാസ് മുഹമ്മദ് വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നത്. US-ന്റെ ഉപരോധം മറികടന്ന് ഇറാൻ കപ്പലുകൾ വീണ്ടും ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുന്നു. അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിവിധ ഷിപ്പിംഗ് കമ്പനികളുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. 27 ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലുകളാണ് ഉപരോധം മറികടന്ന് ഹോർമുസ് പിന്നിട്ടത്. ഇറാനെ ലക്ഷ്യം വെച്ച് തിങ്കളാഴ്ചയാണ് US ഹോർമുസ് ഉപരോധിക്കാൻ തുടങ്ങിയത്. ഇതിനുശേഷം ഹോർമുസ് കടലിടുക്ക് കടന്നുപോയത് 14 ഓയിൽ, ഗ്യാസ്, കെമിക്കൽ ടാങ്കറുകളാണ്.
13 കാർഗോ കണ്ടെയ്നർ ഷിപ്പുകളും 4 ബൾക്ക് കാർഗോ ഷിപ്പുകളും യുഎസിന്റെ ട്രാക്കറിൽ പെടാതെ ഹോർമൂസ് കടന്നു. ഇതിൽ 14 ഷിപ്പുകൾ യുഎസിന്റെ ഉപരോധം നിലവിൽ നേരിടുന്നവയാണ്. 7 കപ്പലുകൾ നേരിട്ട് ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നും പുറപ്പെട്ട ശേഷം ഹോർമൂസ് വഴി കടന്നുപോയി. ബാക്കിയുള്ളവയിൽ 7 കപ്പലുകൾ ചൈന ആസ്ഥാനമായുള്ള കമ്പനികളുടേതാണ്. 6 കപ്പലുകൾ ഇറാൻ കമ്പനികളുടേതും 4 കപ്പലുകൾ UAE കമ്പനികളുടേതുമാണ്. ഈ ഡാറ്റ US സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല. അതായത് US സെൻട്രൽ കമാൻഡ് ഇന്നലെയും ഇന്നുമായി പറഞ്ഞത് ആദ്യ 48 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലും US ഫോഴ്സുകളെ മറികടന്നില്ല എന്നാണ്. 72 മണിക്കൂറിനുള്ളിൽ 14 കപ്പലുകളെ തിരിച്ചുവിട്ടതായും അവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ യഥാർത്ഥ ഷിപ്പിംഗ് ഡാറ്റ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നു. യുഎസിന്റെ നയം പ്രകാരം ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ പുറത്തേക്കോ പോകുന്ന കപ്പലുകൾ മാത്രമാണ് തടയേണ്ടത്. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ട്രാൻസിറ്റ് കപ്പലുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയത്. ഈ സാധ്യത ഇറാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ നയം വ്യക്തമല്ലാത്തതും പ്രായോഗികമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ട്രാക്കറുകൾ ഓഫ് ചെയ്തും ട്രാൻസിറ്റ് സാധ്യത ഉപയോഗിച്ചും ചൈനീസ് കപ്പലുകളെ ഉപയോഗിച്ചും ഇറാൻ ഉപരോധം മറികടക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നിപ്പോൾ ലെബനോനിലെ വെടിനിർത്തൽ ഉൾപ്പെടെ ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ഇറാൻ ചർച്ചയ്ക്കുള്ള പ്രാഥമിക ഉപാധിയായി ലെബനോനിലെ വെടിനിർത്തൽ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഇസ്രായേലിന്റെ 170 സൈനികർ ഒരു വർഷത്തിനിടെ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 54 സൈനികരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായും പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു. ഫലസ്തീൻ, ലബനാൻ, ഇറാൻ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങൾക്കിടെയാണ് ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മ ദിനത്തിന്റെ ഭാഗമായാണ് പുതിയ കണക്കുകൾ ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടത്. മെയ് 25-നാണ് ഇസ്രായേലിൽ കൊല്ലപ്പെടുന്ന സൈനികർക്കായുള്ള ഓർമ്മ ദിനം. ഇതിന്റെ ഭാഗമായുള്ള കണക്കുകൾ ഇപ്രകാരമാണ്. 11 മാസത്തിനിടെ 170 സൈനികരും അർദ്ധ സൈനികരും സുരക്ഷാ ജീവനക്കാരും കൊല്ലപ്പെട്ടു. ഇതിനു പുറമെ വിവിധ ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 54 സൈനിക വിഭാഗങ്ങളിലുള്ളവരും മരണപ്പെട്ടു. സുരക്ഷാ കാരണങ്ങളാൽ കൊല്ലപ്പെടുന്ന കണക്ക് ഇസ്രായേൽ സൈന്യം മറച്ചുവെക്കാറാണ് പതിവ്. പിന്നീടാണ് ഇവ ഘട്ടം ഘട്ടമായി പുറത്തുവിടാറുള്ളത്. ഇസ്രായേലിന്റെ രൂപീകരണ കാലം മുതൽ ഇതുവരെ 25,644 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇത് IDF സ്ഥിരീകരിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിലെ 52 ശ്മശാനങ്ങളിലായാണ് കൊല്ലപ്പെട്ടവരെ അടക്കിയത്. കഴിഞ്ഞ വർഷത്തെ ഇസ്രായേലിന്റെ ഇറാൻ, ലെബനോൻ, ഗസ ആക്രമണങ്ങളിലാണ് ഭൂരിഭാഗം ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. മേഖലയിൽ നടക്കുന്ന ഏതൊരു സംഘർഷത്തിലും കുവൈത്ത് കക്ഷിയല്ലെന്ന് മന്ത്രിസഭ വ്യക്തമാക്കി. ഒരു രാജ്യത്തിനെതിരെയും ആക്രമണത്തിന് കുവൈത്തിന്റെ പ്രദേശവും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും അറിയിച്ചു. ഇറാനും അനുബന്ധ സംഘങ്ങളും നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ മന്ത്രിസഭ ശക്തമായി അപലപിച്ചു. ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ ഗുരുതര ലംഘനമാണെന്ന് മുന്നറിയിപ്പ് നൽകി. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം നിലനിർത്തുന്നതായി കുവൈത്ത് വ്യക്തമാക്കി. മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കണമെന്നും മന്ത്രിസഭ ആവശ്യപ്പെട്ടു. കുവൈത്തിലെ സെക്കൻഡറി ക്ലാസുകൾക്ക് ഓൺലൈൻ പഠന സമയം പുതുക്കി. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1:15 വരെയാണ് പുതിയ സമയക്രമമെന്ന് ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ ഖൽത്തി അറിയിച്ചു. പൊതു സ്വകാര്യ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകൾക്കും പുതിയ സമയം ബാധകമാണ്. ഓരോ ദിവസവും 35 മിനിറ്റ് വീതമുള്ള 6 പീരീഡുകളായിരിക്കും ക്ലാസുകൾ. നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് വിദ്യാഭ്യാസ പ്രക്രിയ തുടർച്ച ഉറപ്പാക്കാനാണ് നടപടി. യുദ്ധത്തിനിടയിലും സജീവമായി കിഴക്കൻ സൗദിയിലെ വിമാനത്താവളങ്ങൾ. ഫെബ്രുവരി അവസാനം മുതൽ ഏപ്രിൽ പകുതി വരെ മേഖലയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തത് 1.5 ലക്ഷം പേരാണ്. ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട മേഖലയാണ് സൗദിയുടെ കിഴക്കൻ പ്രദേശങ്ങൾ. ഇന്ത്യൻ വിമാന കമ്പനികൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇവിടെ നിന്നും പൂർണ്ണമായും നിർത്തിവച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ച സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ നിന്നും വിമാന സർവീസുകൾ വീണ്ടും സജീവമാകുന്നു. ഫെബ്രുവരി അവസാനം മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള ദിവസങ്ങളിൽ മേഖലയിലെ വിമാനത്താവളങ്ങൾ വഴി 1.5 ലക്ഷം പേർ യാത്ര ചെയ്തതായി ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. ദമാം, കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഹഫർ ബാത്തനിലെ അൽ ഖൈസുമ വിമാനത്താവളം എന്നിവിടങ്ങളിൽ നിന്നായാണ് സർവീസുകൾ നടത്തിവരുന്നത്. 1200-ലധികം സർവീസുകളാണ് ഇക്കാലയളവിൽ നടത്തിയത്. സൗദി വിമാന കമ്പനികൾക്ക് പുറമെ ജസീറ എയർവേസ്, കുവൈത്ത് എയർവേസ്, ഗൾഫ് എയർ എന്നീ വിമാനങ്ങളാണ് സർവീസുകൾ നടത്തിയത്.
36 ആഭ്യന്തര അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുവാൻ സാധിച്ചതായും അതോറിറ്റി വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ലോകത്തുടനീളമുള്ള 150 നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാൻ ഖത്തർ എയർവേസ്. മെയ് പകുതിയിലെ 120 നഗരങ്ങളിൽ നിന്നാണ് സർവീസ് 150ലേക്ക് വികസിപ്പിക്കുന്നത്. ജൂൺ 16 മുതലാകും ഇവിടങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുക. ഫെബ്രുവരി 28-നും സെപ്റ്റംബർ 15-നും ഇടയിൽ കൺഫേം യാത്രാ ടിക്കറ്റ് ഉള്ളവർക്ക് ഒക്ടോബർ 31 വരെ സൗജന്യമായി യാത്രാ തീയതി മാറ്റാമെന്ന് വിമാന കമ്പനി അറിയിച്ചു. യാത്ര തടസ്സപ്പെട്ടാൽ റീഫണ്ടിനും അർഹതയുണ്ടാകും. ഇതിന് 28 പ്രവൃത്തി ദിവസം വരെ എടുക്കാമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ ബാങ്കിംഗ് സേവനങ്ങൾ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. എല്ലാ ബാങ്കുകളും 100% ശേഷിയിൽ പ്രവർത്തനം പുനരാരംഭിച്ചതായി ബാങ്കിംഗ് അസോസിയേഷൻ അറിയിച്ചു. സേവനങ്ങളുടെ കാര്യക്ഷമതയും സുരക്ഷയും ഉറപ്പാക്കിയതായും വ്യക്തമാക്കി. ഇതോടെ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത ഇടപാടുകൾ ഇനി ലഭ്യമാകുമെന്നും അധികൃതർ പറഞ്ഞു. കുവൈത്തിൽ കായിക പ്രവർത്തനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിർത്തിവെക്കൽ തുടരും. അസാധാരണ സാഹചര്യങ്ങൾ വിലയിരുത്തിയ സംയുക്ത സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് തീരുമാനം. യുവജന കായികകാര്യ സഹമന്ത്രി ഡോക്ടർ താരിഖ് അൽ ജലഫ്മയാണ് പ്രഖ്യാപനം നടത്തിയത്. അതിനിടെ കായിക പ്രവർത്തനങ്ങൾ സുരക്ഷിതമായി പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അധികൃതർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ കളിക്കാരുടെയും കാണികളുടെയും സുരക്ഷയാണ് പ്രധാന പരിഗണനയെന്ന് അധികൃതർ വ്യക്തമാക്കി. അവസാന തീരുമാനത്തിന് മുന്നോടിയായി സമിതി കൂടുതൽ പഠനം തുടരുമെന്നും അറിയിച്ചു. സൗദിയിലുടനീളം ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതാണ് അറിയിപ്പ്. വിവിധ പ്രവിശ്യകളിൽ വ്യത്യസ്ത തീവ്രതയിലായിരിക്കും മഴ ലഭിക്കുക. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നും മന്ത്രാലയം അറിയിച്ചു. തലസ്ഥാനമായ റിയാദിൽ ഇന്നും കനത്ത മഴ തുടരുകയാണ്. സൗദിയിലുടനീളം മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വിവിധ പ്രവിശ്യകളിൽ ഞായറാഴ്ച വരെ മഴ ലഭിക്കും. വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയായിരിക്കും ലഭിക്കുക. സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതാണ് അറിയിപ്പ്. പൊടിക്കാറ്റ്, ആലിപ്പഴ വർഷം, മിന്നൽ പ്രളയം എന്നിവയും മഴക്കൊപ്പമെത്തും. റിയാദ് പ്രവിശ്യയിലും ഗവർണറേറ്റുകളിലും മിതമായതോ കനത്തതോ ആയ മഴയായിരിക്കും ലഭിക്കുക. റിയാദിലെ ദിരിയ, മുസാഹ്മിയ, കർജ്, ഹരീഖ്, ഖിദിയ, മജ്മ തുടങ്ങിയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മക്ക പ്രവിശ്യയിലും മഴ കനക്കും. ത്വായിഫ് അടക്കമുള്ള പ്രദേശങ്ങളിലായിരിക്കും മഴയെത്തുക. വടക്കൻ അതിർത്തികൾ അൽജോഫ്, തബൂക്ക്, മദീന, ഹായിൽ, കസീം പ്രവിശ്യകളിലും മഴ പെയ്തേക്കും. അൽബഹ പ്രവിശ്യയിലും മിതമായ മഴ തുടരും. അസീർ പ്രവിശ്യയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കിഴക്കൻ പ്രവിശ്യയിലേക്കും മഴ വ്യാപിക്കും. നിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. വാരാന്ത്യത്തിൽ കുവൈത്തിൽ ശക്തമായ കാറ്റും പൊടിയും ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച വൈകിട്ട് മുതൽ മഴയ്ക്ക് സാധ്യത ഉയരും. ചില പ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ ഇടിമിന്നലോട് കൂടിയ മഴയും പ്രതീക്ഷിക്കുന്നു. തുറന്ന സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. പകൽ സമയത്ത് ചൂടും രാത്രിയിൽ മിതമായ കാലാവസ്ഥയും തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഹജ്ജിന് മുന്നോടിയായി മക്കയിലേക്കുള്ള റോഡുകൾ മികച്ചതാക്കി. തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണിത്. മക്കയിലെ 3ാം റിംഗ് റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. മക്കയുമായി ബന്ധിപ്പിക്കുന്ന 3500 കിലോമീറ്റർ റോഡുകളുടെ നവീകരണമാണ് സൗദി ജനറൽ അതോറിറ്റി പൂർത്തിയാക്കിയത്. മക്ക പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഹജ്ജ് പ്രദേശമായ അറഫ, മിന, മുസ്ദലിഫ ഭാഗങ്ങളിലും പുതിയ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായി. മക്കയിലെ 3ാം റിംഗ് റോഡ് നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയാക്കിയിട്ടുണ്ട്. 6 ഭാഗങ്ങളായി തിരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. 3 ഭാഗങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് റോഡ്, ഹറം റോഡ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന 2 പ്രധാന ഇന്റർസെക്ഷനുകളിലാണ് ജോലികൾ പുരോഗമിക്കുന്നത്. ഹജ്ജിന് മുന്നോടിയായി തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും മന്ത്രാലയം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മീഡിയ 1, ജിദ്ദ. സൗദിയിലെ ജിദ്ദയെയും ദമാമിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽ പാത രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള കരാറിന് ധാരണയായി. സ്പാനിഷ് കമ്പനിയുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്. 1500 കിലോമീറ്റർ നീളമുള്ളതാണ് പാത. ചരക്ക് ഗതാഗതത്തിനാണ് സംവിധാനം ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുക. ജിദ്ദയെ ദമാം, ജുബൈൽ എന്നീ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ പദ്ധതി.
പാത ഡിസൈൻ ചെയ്യുന്നതിനുള്ള കരാറിനാണിപ്പോൾ ധാരണയായത്. സ്പാനിഷ് കമ്പനിയായ സെൻസറുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്. 1500 കിലോമീറ്റർ നീളത്തിലായിരിക്കും പാത ഒരുങ്ങുക. സൗദി റെയിൽവേ കമ്പനിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി. വിശദമായ എഞ്ചിനീയറിംഗ് ഡിസൈനുകൾ, പ്രോജക്റ്റിന്റെ ഡ്രോയിങ്ങുകളും ബ്ലൂ പ്രിന്റുകളും, ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾ, നിർമ്മാണത്തിന് വേണ്ട സാങ്കേതിക വിവരങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയായിരിക്കും രൂപകൽപ്പന. പാലങ്ങൾ, ടണലുകൾ, സ്റ്റേഷനുകൾ തുടങ്ങിയവയും ഡിസൈനിൽ വ്യക്തമാക്കും. പ്രാഥമിക ഡിസൈൻ നേരത്തെ ഇറ്റാലിയൻ കമ്പനി ഇറ്റാൽഫർ തയ്യാറാക്കിയിരുന്നു. നഗരങ്ങൾക്കിടയിലെ ചരക്ക് നീക്കം പദ്ധതി നടപ്പാകുന്നതോടെ കൂടുതൽ എളുപ്പത്തിലാകും. കടൽ മാർഗം ചുറ്റിപ്പോകാതെ റെയിൽ വഴി നേരെ കടത്തുന്നതിനാൽ സമയനഷ്ടവും പുതിയ പദ്ധതി ഒഴിവാക്കും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ 5 വർഷത്തിനുള്ളിൽ ഏകദേശം 3800 പ്രവാസി അധ്യാപകരുടെ സേവനം അവസാനിപ്പിക്കാൻ തീരുമാനം. സിവിൽ സർവീസ് കമ്മീഷന്റെ പുനഃസംഘടനാ പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. തെരഞ്ഞെടുത്ത 8 വിഷയങ്ങളിലെ അധ്യാപകരെയാണ് ഘട്ടം ഘട്ടമായി ഒഴിവാക്കുക. 2026-27 അധ്യയന വർഷം അവസാനിച്ചതിന് ശേഷം നടപടി ആരംഭിക്കും. ഓരോ വർഷവും നിശ്ചിത എണ്ണം അധ്യാപകരെ ഒഴിവാക്കി 5-ാം വർഷത്തോടെ പൂർത്തിയാക്കുവാനാണ് പദ്ധതി. സ്വദേശികൾക്ക് കൂടുതൽ അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്ത് റെസിഡൻസി അഫയേഴ്സ് വകുപ്പ് കോടതി രേഖകൾ നേരിട്ട് സ്വീകരിക്കുന്നത് നിരോധിച്ചു. റെസിഡൻസി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജീവനക്കാർക്ക് ഇത്തരം രേഖകൾ നേരിട്ട് സ്വീകരിക്കരുതെന്ന് നിർദ്ദേശം നൽകി. അപേക്ഷകൾ ആദ്യം ലീഗൽ അഫയേഴ്സ് വകുപ്പിന്റെയും തുടർന്ന് ബന്ധപ്പെട്ട അധികാരികളെയും സമീപിക്കണം. നിയമ നടപടിക്രമങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനാണ് പുതിയ മാർഗനിർദ്ദേശം. കുവൈത്തിലെ ചില തൊഴിൽ മേഖലകളിലെ തൊഴിലാളികൾക്ക് വിസ ട്രാൻസ്ഫർ അനുവദിച്ചു പുതിയ തീരുമാനം. തൊഴിലുടമയുടെ അംഗീകാരത്തോടെ നിർദ്ദിഷ്ട മേഖലകളിലേക്ക് മാറ്റത്തിന് അനുമതി നൽകും. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, കൃഷി, മത്സ്യബന്ധനം എന്നിവ ഉൾപ്പെടെ മുൻപ് നിയന്ത്രണത്തിലുള്ള മേഖലകൾക്കും ഇത് ബാധകമാണ്. തീരുമാനം 2026 മെയ് 1 മുതൽ ജൂൺ 30 വരെ പ്രാബല്യത്തിൽ തുടരും. തൊഴിൽ വിപണിയിലെ പ്രതിസന്ധി കുറയ്ക്കാനും വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനുമാണ് നടപടി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. സൗഹൃദ സന്ദർശനം പൂർത്തിയാക്കി ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ഒമാനിൽ നിന്ന് മടങ്ങി. അൽബറ പാലസിൽ ഒമാൻ സുൽത്താൻ ഖൈതം ബിൻ താരിഖുമായി അമീർ കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും ഇരു നേതാക്കളും പറഞ്ഞു. ഇന്നുച്ചയോടെ മസ്കത്ത് റോയൽ എയർപോർട്ടിലെത്തിയ അമീറിനെ സുൽത്താൻ നേരിട്ടെത്തിയാണ് ഊഷ്മള വരവേൽപ്പ് നൽകിയത്. അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര വ്യാപാരം, ഊർജ്ജ വിപണി, സാമ്പത്തിക സ്ഥിരത എന്നിവയിൽ മേഖലയിൽ സംഘർഷമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചർച്ചയായി. സംഘർഷം നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ദോഷകരമായി ബാധിക്കുന്നതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ലോകത്തെ പ്രധാന ഊർജ്ജപാതയായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രമങ്ങൾ നടക്കണം. ഊർജ്ജ വിതരണവും വ്യാപാരവും തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും നിലവിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ചർച്ചയിൽ ഇരു നേതാക്കളും പറഞ്ഞു. ഔദ്യോഗിക ചർച്ചകൾക്ക് പുറമെ ഒമാനും ഖത്തറും തമ്മിലുള്ള സഹോദര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും വിവിധ മേഖലകളിൽ പുതിയ സഹകരണ സാധ്യതകൾ തേടുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചു. വൈകിട്ടോടെ മസ്കറ്റ് റോയൽ എയർപോർട്ടിൽ സുൽത്താൻ ഖൈതം ബിൻ താരിഖ് നേരിട്ടെത്തി അമീറിന് യാത്രയയപ്പ് നൽകി. ഒമാനും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഖത്തർ അമീറിന്റെ ഒമാൻ സന്ദർശനം. മീഡിയ 1, മസ്കത്ത്. 1 കിലോമീറ്റർ ഉയരത്തിൽ ജിദ്ദയിൽ ഒരുങ്ങുന്ന ജിദ്ദ ടവറിന്റെ 100 നിലകൾ പൂർത്തിയായി. റിയാദിലെ PAF ടവറിനെ മറികടന്ന് രാജ്യത്തെ 2ാമത്തെ ഉയരം കൂടിയ കെട്ടിടമായി ജിദ്ദ ടവർ മാറി. 2028 ടവറിന്റെ പണി പൂർത്തിയാവുക. ഓരോ 5 ദിവസങ്ങളിലും ഒരു പുതിയ നില എന്ന രൂപത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഉയരം 394 മീറ്ററിലെത്തിയതോടെയാണ് റിയാദിലെ PAF ടവറിനെ ജിദ്ദ ടവർ മറികടന്നത്. 385 മീറ്ററാണ് PAF ടവറിന്റെ ഉയരം. 100 നിലകളിലെത്തിയ ടവർ ഇന്ന് മക്കയിലെ ക്ലോക്ക് ടവർ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ്. ആയിരം മീറ്റർ ഉയരമുള്ള കെട്ടിടം എന്ന ലക്ഷ്യത്തിലാണ് ജിദ്ദ ടവറിന്റെ നിർമ്മാണം. കഴിഞ്ഞ വർഷം പുനരാരംഭിച്ച ടവറിന്റെ പണി പൂർത്തിയാവുന്നതോടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാകും. ഓരോ 5 ദിവസത്തിലും ഒരു പുതിയ നില എന്ന തരത്തിലാണ് ടവറിന്റെ പണികൾ പുരോഗമിക്കുന്നത്. നിലവിൽ നിർമ്മാണം 100 നിലയിലെത്തി.
പ്രവാസികളടക്കം ആയിരങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ പദ്ധതി സൃഷ്ടിക്കുന്നു. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. UAE വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 20 വീണ്ടും സജീവമാകുമെങ്കിലും സ്കൂൾ ബസ്സുകൾ തുടക്കത്തിൽ സർവീസ് നടത്തില്ല. UAE വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനാണ് സ്കൂൾ ബസ് സർവീസുകൾ നിർത്തിവെക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സ്കൂൾ ബസ്സില്ലാതെ എങ്ങനെ കുട്ടികളെ വിദ്യാലയത്തിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ ആശങ്കയിലാണ്. ഏപ്രിൽ 20 സ്കൂളുകളിൽ ക്ലാസ് പഠനം ആരംഭിക്കുമെങ്കിലും സ്കൂൾ ബസ് സർവീസ് വൈകുമെന്ന അറിയിപ്പ് രക്ഷിതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. എങ്കിലും സ്കൂളിലെത്തേണ്ട സമയം, അറ്റൻഡൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരമാവധി വിട്ടുവീഴ്ച നൽകാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകളോടും നഴ്സറികളോടും നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സുരക്ഷിതമായി ക്ലാസ് പഠനം ആരംഭിക്കാൻ സജ്ജമായിട്ടുണ്ട്. എന്നാൽ ഓരോ എമിറേറ്റിലെയും ട്രാൻസ്പോർട്ട് അതോറിറ്റികൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനാണ് ബസ് സേവനം വൈകുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ രക്ഷിതാക്കൾ തൽക്കാലത്തേക്ക് ബദൽ സൗകര്യങ്ങൾ ഒരുക്കണം. വരുന്ന ആഴ്ചകളിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി സ്കൂൾ ബസ്സുകൾ സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം മന്ത്രാലയം പിന്നീട് അറിയിക്കും. UAE സർക്കാർ സ്കൂളുകൾ ബസ് സർവീസ് മുടങ്ങുന്ന കാലയളവിൽ ട്രാൻസ്പോർട്ട് ഫീസ് ഈടാക്കില്ല. സ്വകാര്യ സ്കൂളുകളുടെ കാര്യത്തിൽ വിവിധ എമിറേറ്റുകളുടെ വിദ്യാഭ്യാസ അതോറിറ്റികളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് മന്ത്രാലയം അറിയിച്ചു. ആവശ്യമെങ്കിൽ സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസ് പഠനം എന്നിവ സംയോജിപ്പിച്ചുള്ള ഹൈബ്രിഡ് പഠനത്തിന് അനുമതി നൽകുമെന്ന് മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഓരോ സ്കൂളിലും ഇത് സംബന്ധിച്ച സർവേയും പുരോഗമിക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്. തിരികെ വാർത്തകളിലേക്ക്. പ്രതിസന്ധി ഉണ്ടായിട്ടും മലയാളികൾ നാട്ടിൽ പോകാതിരുന്നത് സുരക്ഷിതമായ ജോലിയും ഭാവിയും കണ്ടാണെന്ന് MA യൂസഫ് അലി. ഗൾഫ് രാജ്യങ്ങൾ പ്രതാപത്തോടെ ഇനിയും വളരും. യുദ്ധസമയത്ത് വൻതോതിൽ ചരക്ക് നീക്കത്തിന് ഓരോ ഗൾഫ് രാജ്യങ്ങളും പരസ്പരം സഹായിച്ചു. പ്രതിസന്ധികൾ വൈകാതെ നീങ്ങി പുതിയ സാമ്പത്തിക പദ്ധതികളിലേക്ക് വിജയകരമായി രാജ്യങ്ങൾ നീങ്ങുമെന്നും യൂസഫ് അലി സൗദിയിൽ പറഞ്ഞു. ലുലു ഗ്രൂപ്പിന്റെ സൗദിയിലെ പുതിയ പദ്ധതി പ്രഖ്യാപനത്തിനിടെയാണ് MA യൂസഫ് അലി മാധ്യമങ്ങളുമായി സംസാരിച്ചത്. യുദ്ധസമയത്ത് സൗദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ എല്ലാ പിന്തുണയും നൽകി. നൂറുകണക്കിന് കണ്ടെയ്നറുകളിൽ ചരക്കുകളെത്തി. സൗദി എയർലൈൻസ് ഉൾപ്പെടെ ചാർട്ടേഡ് വിമാന സർവീസിനായി വിട്ടു നൽകി. അവർ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഞങ്ങളോട് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അതിനുള്ള എല്ലാ സപ്പോർട്ടും അവർ ചെയ്തു. അതുകൂടാതെ സൗദി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ ഏത് രാജ്യങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ മാത്രമല്ല, ഞങ്ങൾ പുറത്തും സപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഷോർട്ടേജ് ഇവിടെ ഒരിക്കലും ഞങ്ങൾക്ക് മാത്രമല്ല വേറെ ഒരിക്കലും ഷോർട്ടേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി മീറ്റ് ഞങ്ങൾ 47 കണ്ടെയ്നർ മീറ്റ് പ്രൊഡക്ട്സ് ഇവിടെ കൊണ്ടുവന്നു. ഈ പ്രതിസന്ധി ഗൾഫ് മറികടക്കും. ഒരു മാന്ദ്യവും ഗൾഫിനെ ബാധിക്കില്ല. പുതിയ തൊഴിലവസരങ്ങൾ ഇനിയും സൃഷ്ടിക്കപ്പെടും. ഈ യുദ്ധവും പ്രതിസന്ധിയും അധികം വൈകാതെ നീങ്ങുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇനിയും അവർ തരണം ചെയ്യും. ഇവിടെ യാതൊരു വക പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ സാമ്പത്തിക മാന്ദ്യമോ GCC രാജ്യങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഇനിയും നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കും. ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ അവർ ക്ലിയർ ചെയ്യും. ഈ ഒരു സാഹചര്യം ഒരു ഉടനെ മാറിപ്പോകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയധികം സംഘർഷ സാഹചര്യം ഉണ്ടായിട്ടും മലയാളികളും മടങ്ങാതിരുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. ടെൻഷൻ സമയത്ത് നാട്ടിൽ പോയില്ലല്ലോ. പോയാ? പോകാൻ ചിന്തിച്ചോ? എന്താണത്? ഇവിടെ സേഫ്റ്റി ഉള്ളത് കൊണ്ടാണല്ലോ. ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ. ഇവിടെ ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ് ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ടാണല്ലോ. ഈ രാജ്യങ്ങളിൽ നിന്ന് പോകാൻ ഇതിരിക്കാൻ ചിന്തിച്ചത് എന്താ? ദാറ്റ് മീൻസ് ഈ രാജ്യം സേഫാണ്. സൗദിയിൽ 20ഓളം ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ഒരുങ്ങുകയാണ്. 100 ലുലു ഹൈപ്പർ എന്ന സ്വപ്നത്തിനരികിലാണ് ഗ്രൂപ്പ്. സങ്കീർണമായ സാഹചര്യങ്ങളെ നേരിട്ട് ഗൾഫ് ഈ സമയവും വേഗത്തിൽ മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഒമാനിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ അക്ദറിലെ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത 90% പൂർത്തിയായി. 2.4 കിലോമീറ്റർ നീളമുള്ള പാത 83,500 ഒമാനി റിയാൽ
ചെലവിലാണ് നിർമ്മിക്കുന്നത്. പ്രാദേശിക കല്ലുകൾ പാകിയാണ് പാതയൊരുക്കുന്നത്. ജബൽ അക്ദറിലെ പ്രശസ്തമായ തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളിലൂടെയാണ് പാത കടന്നു പോകുന്നത്. ജബൽ അക്ദർ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയമാണ് പദ്ധതി നടപ്പാക്കുന്നത്. പരമ്പരാഗത പർവ്വതവാസ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് സുസ്ഥിര ഇക്കോ ടൂറിസം വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാൽപന്തിന്റെ ആവേശത്തിലേക്ക് വീണ്ടും ഖത്തർ എത്തുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ആഭ്യന്തര ടൂർണമെന്റായ അമീർ കപ്പിന്റെ ഫൈനൽ മെയ് 9 നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കലാശപ്പോര്. മെയ് 2 മുതൽ ആരാധകർക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാം. ഒരാൾക്ക് 6 ടിക്കറ്റ് വരെ വാങ്ങാനുള്ള അവസരമുണ്ട്. 10, 20, 30 ഖത്തർ റിയാലാണ് നിരക്കുകൾ. മെയ് 1 മുതൽ 8 വരെ ടൂർണമെന്റിലെ ക്വാർട്ടർ പോരാട്ടങ്ങൾ അരങ്ങേറും. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് 100 മേനി വിജയം. എല്ലാ വിദ്യാർത്ഥികളും പഠനത്തിന് അർഹത നേടി. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങളുമാണ് മികച്ച വിജയത്തിന് കാരണമായതെന്ന് വിവിധ സ്കൂൾ മാനേജ്മെന്റുകൾ പ്രതികരിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് ഖത്തർ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലെ വിദ്യാർത്ഥികൾ തിളക്കമുള്ള വിജയം സ്വന്തമാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക മൂല്യനിർണ്ണയ രീതിയാണ് ഇത്തവണത്തെ ഫലത്തിനായി ബോർഡ് അവലംബിച്ചത്. ഖത്തറിലെ പൊദാർ പേൾ സ്കൂൾ, MES ഇന്ത്യൻ സ്കൂൾ, നോബൽ ഇന്റർനാഷണൽ സ്കൂൾ, ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങൾ 100 മേനി വിജയം കൊയ്തു. നിരവധി വിദ്യാർത്ഥികൾ 95% മാർക്ക് നേടി ഡിസ്റ്റിങ്ഷനോടെ ഉപരിപഠനത്തിന് അർഹത നേടി. 93.7% ഇത്തവണ CBSEയിലെ വിജയം. ഫലം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ നടത്തുമെന്ന് ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഷെഡ്യൂൾ പിന്നീട് പ്രഖ്യാപിക്കും. മീഡിയ 1 ദോഹ. അമേരിക്കയിൽ ഗവേഷണത്തിന് 5.5 കോടിയുടെ സ്കോളർഷിപ്പ് നേടി മലയാളി വിദ്യാർത്ഥി. മലപ്പുറം കടക്കാട്ടുപാറ സ്വദേശി അബ്ദുൽ ഫത്താഹാണ് ന്യൂയോർക്ക് സർവകലാശാലയിൽ 5.5 കോടിയുടെ സ്കോളർഷിപ്പ് മികവിൽ PhD പ്രവേശനം നേടിയത്. യൂണിവേഴ്സിറ്റിയിലെ മിഡിൽ ഈസ്റ്റേൺ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ സുസ്ഥിരതയും കാലാവസ്ഥാ വ്യതിയാനവും സംബന്ധിച്ച സംവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് മലയാളി മുസ്ലിങ്ങളുടെ മതസ്ഥലാനുഭവങ്ങളും മരണാനന്തര പരിസ്ഥിതികളും എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഗവേഷണം നടത്തുക. പൊളിറ്റിക്കൽ സയൻസിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടിയ അദ്ദേഹം ബ്രിട്ടീഷ് സൊസൈറ്റി ഫോർ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഗവേഷണ പ്രബന്ധങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിമാന നേട്ടം കൈവരിച്ച അദ്ദേഹത്തെ ജാമിയ മദീനത്തുന്നൂർ ചെയർമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഫൗണ്ടർ റക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരിയും പ്രത്യേകം അഭിനന്ദിച്ചു. മിനിറ്റുകൾക്കകം ഡെലിവറി നൽകുന്ന അതിവേഗ ഷോപ്പിംഗ് സേവനത്തിന് സൗദിയിൽ ലുലു ഗ്രൂപ്പ് തുടക്കം കുറിച്ചു. സൗദിയിലെ വിവിധ നഗരങ്ങളിലായി ലുലുവിൻ്റെ 45 ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും സേവനം പരിഷ്കരിച്ച ലുലുവിൻ്റെ ആപ്പ് വഴി ലഭ്യമാകും. AI പിന്തുണയുള്ള ആപ്പിൻ്റെയും ലുലു മിനിറ്റ്സിൻ്റെയും ഉദ്ഘാടനം ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി നിർവഹിച്ചു. ഓൺലൈൻ ഷോപ്പിംഗ് രംഗത്തേക്ക് കൂടുതൽ വേഗതയിൽ പ്രവേശിക്കുകയാണ് സൗദിയിൽ ലുലു ഗ്രൂപ്പ്. ഇതിന് പുതുവേഗം പകരുന്ന ലുലു മിനിറ്റ്സ് 2.0 ഉദ്ഘാടനം റിയാദ് മുറബയിലെ അവന്യൂസ് മാളിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി നിർവഹിച്ചു. ആദ്യ ഡിജിറ്റൽ ഓർഡർ സ്വീകരിച്ചായിരുന്നു തുടക്കം. പിന്നാലെ മിനിറ്റ്സ് ഡെലിവറി സേവനങ്ങൾ തുടങ്ങി. ലുലു സൗദി അറേബ്യ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് അടക്കമുള്ള മാനേജ്മെന്റ് പ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. AI അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ ഷോപ്പിംഗ് അനുഭവമാണ് ലുലു ഉറപ്പാക്കുകയെന്ന് ചെയർമാൻ പറഞ്ഞു. With the launch of Lulu Minutes in the Kingdom of Saudi Arabia, we are taking another strong step forward in our Lulu 2.0 journey, bringing speed, convenience, and innovation closer to our customers. We are moving to a new era. Today we are starting a whole new journey across key cities. With Lulu Minutes, we are not just delivering groceries, but we are also delivering trust, reliability, and happiness in minutes. സംഗതി സിമ്പിളാണ്. ലുലുവിന്റെ പരിഷ്കരിച്ച അതിവേഗ ആപ്പ് വഴിയാണ് ലുലു മിനിറ്റ്സ് സേവനം ലഭ്യമാവുക. എത്ര മിനിറ്റിനകമാണ് ഉൽപ്പന്നങ്ങൾ വേണ്ടതെന്ന് ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാം. ഓൺലൈൻ ഓർഡറുകളിൽ മലയാളി അനുഭവിക്കുന്ന പ്രശ്നം കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ ലഭിക്കാത്തതാണ്. ഇതടക്കം എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പ്രശ്നം ലുലു പരിഹരിക്കും. ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കകം
ഉൽപ്പന്നം ഡെലിവറി ചെയ്യും. ലുലു മിനിറ്റ്സ് 2O സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ആകർഷകമായ കൂപ്പൺ ഓഫറുകളും വിലക്കിഴിവും ഉണ്ട്. ഓൺലൈൻ ഷോപ്പിംഗിൽ 10 റിയാൽ മുതൽ 200 റിയാൽ വരെയാണ് ഓഫറുകൾ. ഗിഫ്റ്റ് കാർഡുകൾ ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒന്നിലധികം ഓർഡറുകളിൽ ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. സൗദി അറേബ്യയിലെ റിയാദ്, ദമാം, ജിദ്ദ, ഹായിൽ, തബൂക്ക്, യാൻബു, കമീസ് മുഷൈദ്, ത്വായിഫ്, അൽഹസ, ഹഫറൽ ബാത്തിൻ, ജുബൈൽ അടക്കം പ്രധാന നഗരങ്ങളിലായി 45 ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും മിനിറ്റുകൾക്കകം സേവനം ലഭിക്കും. നൂതന ഡിജിറ്റൽ AI റീറ്റെയിൽ അപ്ഡേഷനോട് കൂടിയ ഷോപ്പിംഗ് സേവനമാണ് ലുലു മിനിറ്റ്സ്. മറ്റു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളെ പോലെ സ്പ്ലിറ്റ് പേയ്മെന്റ് ഓപ്ഷനുകളും ലഭ്യമാണ്. മീഡിയ 1 റിയാദ്. പ്രമുഖ ധനകാര്യ സേവന സ്ഥാപനമായ ലുലു മണി ടെക്നോളജീസ് അബുദാബിയിൽ AI ഇന്നൊവേഷൻ ഹബ്ബ് തുറന്നു. ദൈനംദിന ധനവിനിമയം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കൂടുതൽ എളുപ്പമാക്കാൻ ലക്ഷ്യമിടുന്ന ഗവേഷണങ്ങൾക്കാണ് പുതിയ കേന്ദ്രം തുറന്നത്. ഈ രംഗത്ത് ഏജന്റിക് AIക്ക് പകരം ആക്ഷനബിൾ AIക്ക് ഊന്നൽ നൽകുന്നതായിരിക്കും ഇവിടെ പ്രാധാന്യം നൽകുകയെന്ന് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് MD അദീബ് അഹമ്മദ് പറഞ്ഞു. ഒമാനിലെ വിവിധ ഇടങ്ങളിൽ ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കി അധികൃതർ. നോർത്ത് ബാത്തിന ഗവർണറേറ്റിൽ നടന്ന പരിശോധനയിൽ പഴകിയ 2200 കിലോ ഭക്ഷണം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. സുവൈബ് വിലായത്തിലെ ഭക്ഷ്യസ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന. കാലാവധി കഴിഞ്ഞ 2 ടൺ അരി, 84 കിലോ മാംസം, 25 കിലോ ബർഗർ എന്നിവയാണ് പഴകിയ നിലയിൽ കണ്ടെത്തിയത്. നിയമലംഘനം നടത്തിയവർക്കെതിരെ നടപടി ആരംഭിച്ചതായും ആരോഗ്യ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു.